Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. നസ്രത്ത് എന്നു പേരായ ഒരു കൊച്ചു പട്ടണത്തിൽ യോവാക്കിമിന്റെയും അന്നയുടെയും മകളായി മേരി ജനിച്ചു. അനുസരണത്തിലും ദൈവഭയത്തിലും അവൾ വളർന്നു വന്നു. എല്ലാ ദിവസവും അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ദൈവത്തിന്റെ ദൂതൻ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീത. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അത്യുന്നതൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. ആകയാൽ നിനക്ക് ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ ഭരണം നടത്തും. ഇതാ കർത്താവിന്റെ ദാസി, ദൈവത്തിന്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ. നസ്രത്തിൽ തന്നെ ജോസഫ് എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മരപ്പണിക്കാരനായ ജോസഫായിരുന്നു മേരിയെ വിവാഹം കഴിക്കാനിരുന്നത്. വളരെ നല്ലവനായ ഒരു ചെറുപ്പക്കാരൻ. എന്നാൽ മേരി ഗർഭിണിയായ വിവരമറിഞ്ഞ് ജോസഫ് വളരെ ദുഃഖിതനായി. മേരിയെ വിവാഹം കഴിക്കണമോ വേണ്ടയോ എന്നോർത്ത് ജോസഫിന് അസ്വസ്ഥതയായി. ഒരു ദിവസം ജോസഫ് ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഒരു മാലാഖ വന്ന് ജോസഫിനോട് പറഞ്ഞു, ജോസഫ്, മേരിയെ വിവാഹം കഴിക്കാൻ നീ സംശയിക്കേണ്ട. അവൾ പരിശുദ്ധയാണ്. അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ദാവീദിന്റെ സിംഹാസനത്തിൽ ഭരണം നടത്താനുള്ള ദൈവത്തിന്റെ പരിശുദ്ധനാണ് മേരിയിൽ നിന്നും ജനിക്കാനിരിക്കുന്നത്. അങ്ങനെ ജോസഫും മേരിയും തമ്മിലുള്ള കല്യാണം നടന്നു. കുറെ കാലം കഴിഞ്ഞ് രാജാവിന്റെ കൽപ്പന പ്രകാരം തങ്ങളുടെ പേര് എഴുതിക്കാനായി അവർ നസ്രത്തിൽ നിന്ന് ബെത്ലഹേം എന്ന ഒരു കൊച്ചു പട്ടണത്തിലേക്ക് യാത്രയായി. അവിടെ വെച്ച് മേരിക്ക് പ്രസവിക്കാനുള്ള സമയം അടുത്തു. എവിടെയെങ്കിലും ഒരു മുറി കിട്ടുമോ എന്നറിയാൻ ജോസഫ് പല സ്ഥലത്തും അന്വേഷിച്ചു. ജോസഫ്, എനിക്ക് ഒട്ടും വയ്യ. ഇനി ഒരൽപ്പം പോലും നടക്കാൻ എനിക്ക് ശക്തിയില്ല. മേരി, ഒത്തിരി സ്ഥലത്ത് ഞാൻ സ്ഥലം ചോദിച്ചു, ഒരിടത്തും സ്ഥലമില്ല. ദാ അവിടെ ഒരു വീട് കാണുന്നുണ്ട്. ഞാൻ അവിടെ ഒന്ന് ചെന്ന് നോക്കട്ടെ കേട്ടോ. അവിടെയെങ്കിലും നമുക്കൊരു മുറി കിട്ടിയാലോ? നീ ഇവിടെ നിൽക്ക്, ഞാൻ പെട്ടെന്ന് വരാം. ചേട്ടാ, എന്റെ ഭാര്യ ഗർഭിണിയാണ്. അവൾക്ക് പ്രസവ സമയം അടുത്തിരിക്കുന്നു. ദയവായി ഞങ്ങൾക്കൊരു മുറി തരുമോ? അയ്യോ, ക്ഷമിക്കണം.
ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് വിരുന്നുകാരുണ്ടല്ലോ. ഞങ്ങൾക്ക് പോലും സ്ഥലം തികയില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ സ്ഥലം തരും? വേറെ എവിടെയെങ്കിലും ചെന്ന് ചോദിക്കുക കേട്ടോ. സ്ഥലം കിട്ടിയോ ജോസഫ്? ഇല്ല മേരി, അവിടെയും സ്ഥലം കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യും നമ്മൾ? ജോസഫ്, എനിക്ക് ഒട്ടും വയ്യ, വല്ലാത്ത വേദന. മേരി, നീ കണ്ടോ അവിടെ ഒരു പശുത്തൊഴുത്ത്? നമുക്ക് അങ്ങോട്ട് പോകാം. വാ, പതുക്കെ പതുക്കെ. ഈ സമയം ബത്ലഹേം കുന്നിൻ ചെരുവിൽ ആടുകളെ മേയിച്ച് ക്ഷീണിച്ച് കിടന്നുറങ്ങുകയായിരുന്ന ആട്ടിടയന്മാർക്ക് മുന്നിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ഓ, ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു. വാടാ, ഇനി നമുക്ക് കിടന്നുറങ്ങാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതാ, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. നിങ്ങൾ ചെല്ലുമ്പോൾ പുൽത്തൊട്ടിയിൽ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ ഒരു ദിവ്യ ശിശുവിനെ നിങ്ങൾ കാണും. എടാ എടാ, എഴുന്നേക്ക്. മാലാഖ വന്ന് പറഞ്ഞത് കേട്ടോ, നമുക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നുവെന്ന്. നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരാറായി. വേഗം എഴുന്നേക്ക്, നമുക്ക് അങ്ങോട്ട് പോകാം, രക്ഷകനെ കാണാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത, കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കായി ഇന്ന് ജനിച്ചിരിക്കുന്നു. കാതുകളെ കേൾക്കുന്നുവോ, കേൾക്കുന്നുവോ, കേൾക്കുന്നുവോ സ്വർഗീയ സംഗീതധാര. കണ്ണുകളെ കാണുന്നുവോ, കാണുന്നുവോ ദ്യോവിൻ വർണ്ണധാര. മനസ്സുകളെ ഉണരുക, തിരയുക, നമിക്കുക, മന്നവൻ ഭൂവിൽ അവതരിച്ചു.